എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 9 തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ്: രാജ്യത്തെ മികച്ച ഭവന പദ്ധതിയായി ലൈഫ് മിഷനെ നീതി ആയോഗ് തിരഞ്ഞെടുത്തു. കുറഞ്ഞ ചിലവിൽ നടപ്പിലാക്കാവുന്ന ഭവന നിർമ്മാണ പദ്ധതിയിൽ മികച്ച പ്രാക്ടീസായി നീതി ആയോഗ് ലൈഫിനെ അംഗീകരിച്ചു. ഈ പദ്ധതി ബഹുമുഖ പങ്കാളിത്തത്തിനധിഷ്ഠിത മാതൃകയാണ് എന്ന് നീതി ആയോഗ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഫെബ്രുവരിയോടുകൂടി 5 ലക്ഷം വീടുകൾ എന്ന സംഖ്യയിലേക്ക് എത്തും എന്ന് മന്ത്രി രാജേഷ് വ്യക്തമാക്കി. ഈ ഒരു സാഹചര്യത്തിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോഴും പുതിയ ലൈഫ് പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകും. 29 തീയതിയാണ് സംസ്ഥാന ബജറ്റ് നടക്കുന്നത്. 1 തീയതിയാണ് കേന്ദ്ര ബജറ്റ് നടക്കുന്നത്. ആദ്യമായിട്ടാണ് കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരി 1 ഞായറാഴ്ച രാജ്യത്ത് ആകാംക്ഷ നിറഞ്ഞ ദിവസമായിരിക്കും. ചരിത്രം എഴുതാനാണ് നിർമ്മല സീതാരാമൻ തയ്യാറെടുക്കുന്നത്. 2026 കേന്ദ്ര ബജറ്റാണ് ഞായറാഴ്ച അവതരിപ്പിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളാണ് 5 സംസ്ഥാനത്തിലെ നിയമസഭാ ഇലക്ഷൻ പടിവാതിലിക്കൽ എത്തി നിൽക്കുമ്പോൾ ഉള്ളത്. PM കിസാൻ സമ്മാൻ നിധി തുക വർദ്ധിപ്പിക്കുമോ എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മറ്റ് എന്തൊക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതും ആകാംക്ഷയാണ്. ആധാർ സേവനങ്ങളിലും വിലക്കയറ്റം. ആധാർ PVC കാർഡ് സർവീസ് ചാർജ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വർദ്ധിപ്പിച്ചു. 50 രൂപയായിരുന്ന ഫീസ് 75 രൂപയാക്കിയിട്ടാണ് വർദ്ധിപ്പിച്ചത്. നികുതിയും ഡെലിവറി ചാർജും ഉൾപ്പെടെയുള്ള തുകയാണ് ഇങ്ങനെ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 5 വർഷം മുമ്പാണ് ആധാർ PVC കാർഡ് കേന്ദ്രം അവതരിപ്പിച്ചത്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇതിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴി വില വർദ്ധിപ്പിച്ച വിവരം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് കോഴി ഇറച്ചിയുടെ വില കുതിക്കുകയാണ്. 250 രൂപക്ക് മുകളിലാണ് മിക്കയിടത്തും വില വരുന്നത്. ശരാശരി വില 290 രൂപയെത്തിയിട്ടുണ്ട്. വലിയ തോതിൽ വില വർദ്ധിച്ചതോടുകൂടി കോഴിയിറച്ചിയുടെ കച്ചവടം ഗണ്യമായി കുറഞ്ഞു എന്ന് വ്യാപാരികൾ പറയുന്നു. ആവശ്യമില്ലാത്ത ക്ഷാമം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നുള്ള ആക്ഷേപവും വ്യാപാരികൾ ഉയർത്തുന്നുണ്ട്. 2 ആഴ്ചക്കിടെ 90 രൂപയുടെ വർധനവാണ് ഇറച്ചി വിലയിൽ ഉണ്ടായിട്ടുള്ളത്. വൻകിട ഫാമുകൾ കൃത്രിമമായിട്ട് ക്ഷാമം സൃഷ്ടിക്കുകയാണ് എന്നും അവർ ജനുവരി മാസം തുടർച്ചയായിട്ട് ബാങ്ക് അടഞ്ഞു കിടക്കും. ഒരു ദിവസത്തെ സമരം കൂടി വരുന്നതോട് കൂടിയിട്ടാണ് ബാങ്ക് 4 ദിവസം അടഞ്ഞു കിടക്കുക. 24 തീയതി 4ാം ശനിയാഴ്ചയും 25 തീയതി ഞായറാഴ്ചയും 26 തീയതി റിപ്പബ്ലിക് ദിനത്തോ അവധിയോടൊപ്പം ഒരു ദിവസത്തെ സമരവും വരുന്നതോട് കൂടിയിട്ടാണ് രാജ്യത്തെ ബാങ്കുകൾ 4 ദിവസം അടഞ്ഞു കിടക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്: നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ മാർച്ചിൽ തുടങ്ങാനിരിക്കെ സംസ്ഥാനം പ്രതീക്ഷിച്ച സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നതായി സൂചന. കടമെടുപ്പ് പരിധി കേന്ദ്രം വൻതോതിൽ വെട്ടിക്കുറച്ചതും പ്രശ്നമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശങ്ക. നികുതി വരുമാനത്തിന് പുറമെ 2000 കോടി രൂപ കേരളത്തിന് ഓരോ മാസവും അധികമായി ചെലവുണ്ട്. കടമെടുപ്പിലൂടെയാണ് ഈ തുക കണ്ടെത്തുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ അവസാനമായതിനാൽ കരാറുകാർക്കും മറ്റും ബില്ലുകൾ മാറി നൽകേണ്ടതുണ്ട്. ഇത് ചെലവ് കുത്തനെ ഉയരാൻ കാരണമാകും. അവസാന പാദമായതിനാൽ കരാറുകാർക്കും മറ്റും 20,000 കോടി രൂപയോളം നൽകണം. ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നതിന് വേണ്ടി 15,000 കോടി രൂപയും വേണം. ഇതിനു പുറമെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതോട് കൂടിയിട്ട് വലിയ തുകയാണ് ഇപ്പോൾ വേണ്ടി വരുന്നത്. നേരത്തെ 550 കോടി രൂപ വേണ്ടി വന്നിരുന്നത് ഇപ്പോൾ 1400 കോടി രൂപയോളം ഒരു മാസത്തെ ക്ഷേമ പെൻഷന് വേണം. ഇതെല്ലാം ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കടമെടുപ്പ് പരിധിയിൽ നിന്നും 6000 കോടി രൂപയാണ് അവസാന പാദത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ വെട്ടിക്കുറച്ചത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ താമസം വരാൻ വലിയ സാധ്യതയാണ് ഉള്ളത്. ഈ മാസം അവസാന 4 ദിവസങ്ങളിൽ ബാങ്ക് അവധി തുടർച്ചയായി വരുന്നത് കൊണ്ട് തന്നെ കൃത്യമായി ഈ മാസം എല്ലാവർക്കും 2000 രൂപ പെൻഷൻ കൃത്യസമയത്ത്, അതായത് ജനുവരി മാസത്തിൽ തന്നെ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലും ആശങ്കയുണ്ട്. അതായത് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തുക എന്നുള്ളത് തന്നെ വലിയ ഒരു കാര്യമാണ്. ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ കാലയളവിലെ തുകയാണ് വെട്ടിക്കുറവ് വരുത്തിയിട്ടുള്ളത്. വലിയ പണം സർക്കാരിന് മറ്റു വകുപ്പുകളിലേക്ക് കണ്ടെത്തേണ്ടതുമുണ്ട്. എന്തായാലും 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മുടക്കിക്കൊണ്ട് സർക്കാർ
ഒരു കളിക്കും നിൽക്കില്ല. അതുകൊണ്ട് തന്നെ താമസിച്ചാലും 2000 രൂപ പെൻഷൻ ഈ മാസത്തേത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ മാസം അവസാന ദിവസങ്ങളിൽ 4 തുടർച്ചയായിട്ടുള്ള അവധി വരുന്നുണ്ട്. 24-ാം തീയതി 4ാം ശനിയാഴ്ചയും 25-ാം തീയതി ഞായറാഴ്ചയും 26-ാം തീയതി റിപ്പബ്ലിക് ദിന അവധിയുമാണ്. 27-ാം തീയതി ബാങ്കുകൾ പണിമുടക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ 25-ാം തീയതിക്ക് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ 24-ന് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യുകയാണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ചില ആളുകൾക്കെങ്കിലും എത്താൻ താമസിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ബാങ്ക് അവധികൾ ഉണ്ടായതിനാൽ സർവീസ് സഹകരണ ജീവനക്കാരും ഈ അവധികൾ ബാധകമായതുകൊണ്ട് തന്നെ കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു താമസമുണ്ടാകും. കാരണം ട്രഷറി മുഖാന്തരം തുക കൈമാറി കിട്ടേണ്ടതുണ്ട്. അതിന്റെ കാലതാമസവും ഉണ്ടാകും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രവാസി പെൻഷനും വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാകും എന്നുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ഇലക്ഷൻ എന്നുള്ളത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇനി പെൻഷൻകാരെ ഒന്നും വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത. പല ആളുകളും ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ലേ, 1600 ഞങ്ങൾക്ക് ക്ഷേമ ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ചല്ലാതെ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമ ബോർഡുകളിൽ നിന്നും 1600 തന്നെയാണ് പെൻഷൻ ലഭിക്കുന്നത്. അവർക്ക് കൂട്ടിയതായിട്ടുള്ള അറിയിപ്പ് ഇല്ല. കൂട്ടിയതായിട്ട് പ്രത്യേകം അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ കൂട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് 1600 മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ളത് കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കുമാണ് 1600 നിന്നും 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് ബിൽഡിംഗ് കാർഡ് കൂടി വരികയാണ്. സംസ്ഥാനത്ത് പ്രോപ്പർട്ടി കാർഡ്, അതുപോലെ നേറ്റിവിറ്റി കാർഡ്, ഇതിന് പുറമെയാണ് ഇപ്പോൾ വീടുകൾക്ക് കൂടി പുതിയ കാർഡ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർവിഭജനത്തെ തുടർന്നാണ് നടപടി. ഇതോടെ വീടുകൾക്ക് ഉൾപ്പെടെ പുതിയ നമ്പർ ലഭിക്കും. ഇതിനു മുമ്പ് നടന്ന വാർഡ് വിഭജന സമയത്തും പ്രസ്തുത കെട്ടിടങ്ങൾക്ക് ഉണ്ടായിരുന്ന നമ്പറും കാർഡിൽ രേഖപ്പെടുത്തും. അതിനാൽ നിലവിലുള്ള രേഖകളിൽ വീട്ടു നമ്പർ തിരുത്തേണ്ടി വരില്ല എന്ന് ഇൻഫർമേഷൻ കേരള മിഷൻ ഡയറക്ടർ സന്തോഷ് ബാബു അറിയിച്ചു. കെ സ്മാർട്ട് വഴിയാണ് കെട്ടിട നമ്പർ പുനഃക്രമീകരിക്കുക. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. ആദ്യം വാർഡ് നമ്പറും രണ്ടാമത് കെട്ടിട നമ്പറും സൂചിപ്പിക്കുന്ന നിലയിലായിരിക്കും ക്രമീകരണം. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കായി കെട്ടിട നമ്പർ മുൻകൂട്ടി റിസർവ് ചെയ്യാനും സൗകര്യമുണ്ട്. കെ സ്മാർട്ടിൽ പഴയ കെട്ടിട നമ്പർ നൽകിയാൽ പുതിയ നമ്പർ ഏതെന്ന് അറിയാനാകും. ബിൽഡിംഗ് കാർഡിൽ കെട്ടിട നമ്പറിന് പുറമെ പെർമിറ്റ്, പിന്നീട് നടത്തിയ കൂട്ടിച്ചേർക്കലുകൾ തുടങ്ങിയ വിവരങ്ങളും ഉണ്ടാകും. സംസ്ഥാനത്താകെ 1.5 കോടി കെട്ടിടങ്ങളാണ് ഉള്ളത്. കെട്ടിട നമ്പർ ഇടയ്ക്കിടെ മാറുന്നത് ഒഴിവാക്കാൻ ഡിജിപിൻ നടപ്പിലാക്കുന്നത് പരിഗണനയിലാണ്. ഇതിനുള്ള പ്രപ്പോസൽ ഒരാഴ്ചക്കുള്ളിൽ സർക്കാരിന് സമർപ്പിക്കുമെന്നും സന്തോഷ് ബാബു പറഞ്ഞു. സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച മുതലാണ് ആരംഭിച്ചത്. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അരി വിഹിതം കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കുറച്ചിട്ടുണ്ട്. വെള്ള റേഷൻ കാർഡിന് 2 കിലോ അരി മാത്രമാണുള്ളത്. അതേസമയം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധികമായി ആട്ട ലഭിക്കുന്നതാണ്. പക്ഷേ റേഷൻ കടകളിലേക്ക് ആട്ട സ്റ്റോക്ക് എത്തേണ്ട താമസം ഉണ്ടാകും. ഇപ്പോൾ റേഷൻ കടയിലെത്തി ആട്ട ചോദിച്ചാൽ കിട്ടണം എന്നില്ല. 17 രൂപ നിരക്കിലാണ് ഓരോ റേഷൻ കാർഡിനും നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ആട്ട ലഭിക്കുക. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് മഞ്ഞ റേഷൻ കാർഡിന് 7 രൂപക്കും പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് 9 രൂപക്കും ആട്ട ലഭിക്കുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തേതായി ലഭിക്കും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരെ